വലപ്പാട് പഞ്ചായത്തിലേത് വികസന വിരുദ്ധ ബജറ്റെന്നാരോപിച്ച് UDF പ്രതിഷേധിച്ചു. വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങുന്ന ഭരണസമിതി നിലപാട് വികസന വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 7.5 കോടി രൂപയിലധികം മിച്ചം ഉണ്ടായിരുന്നു. ജലജീവൻ മിഷൻ പദ്ധതിക്കായി കുഴിച്ച റോഡുകൾ 90% തകർന്നു കിടക്കുമ്പോഴും അറ്റകുറ്റപ്പണിക്കായി തുക വകയിരുത്താതെ മിച്ച ബജറ്റ് അവതരിപ്പിച്ചതിനെതിരെ UDF അംഗങ്ങൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. പഞ്ചായത്തിന്റെ സ്വന്തം ഫണ്ടിൽ നിന്നും ഭീമമായ തുക വിനിയോഗിക്കാതെ അവതരിപ്പിച്ച ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ നിർണായകമായ ഭേദഗതി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണം, വെള്ളക്കെട്ട് പരിഹരിക്കൽ, രോഗികൾക്കുള്ള ധനസഹായം ഇരട്ടിയാക്കൽ, സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തൽ എന്നീ ഭേദഗതികളാണ് നിർദ്ദേശിച്ചത്. UDF അംഗങ്ങളായ പാർലമെന്റ് പാർട്ടി നേതാവ് അനിൽ കരുവത്തിൽ, അനിത ത്രിദീപ് കുമാർ, ഉഷ ബാബു, നസീമ ബഷീർ, ഷഹർബാൻ PA, ഗീത രാമദാസ്, MT നിതീഷ് എന്നിവർ ബജറ്റ് ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുകയും ഔദ്യോഗികമായി ഭേദഗതി കത്ത് കൈമാറുകയും ചെയ്തു. തനത് ഫണ്ട് ഇത്തരത്തിൽ ബാങ്കിലിട്ട് പലിശ വാങ്ങാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കേണ്ടത്. അത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മിച്ച ബഡ്ജറ്റായല്ല ഉപയോഗിക്കേണ്ടത്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നത് മാത്രം പറഞ്ഞു.